മലർന്നു കിടന്ന് തുപ്പരുത് എന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ഭാഗ്യലക്ഷ്മി പരാതി പറഞ്ഞവരുടെ വായടപ്പിച്ചുമെന്നുമാണ് ആരോപണം. കൊച്ചിയിലെ ഫെഫ്ക യോഗത്തിൽ വെച്ചായിരുന്നു സംഭവമെന്ന് പരാതിക്കാരി പറയുന്നു. അതേസമയം ആരോപണം ഭാഗ്യലക്ഷ്മി നിഷേധിച്ചു. ആരെയും ശാസിച്ചിട്ടില്ല എന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം. കൊച്ചിയിലെ ഫെഫ്ക യോഗം മുഴുവൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു. അതേസമയം മലയാള സിനിമാ സെറ്റിലെ കാരവാനിൽ രഹസ്യമായി ക്യാമറ വെച്ച നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നുവെന്ന നടി രാധിക ശരത് കുമാറിന്റെ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി ഭാഗ്യലക്ഷ്മി രംഗത്തെത്തി. രാധിക എന്തുകൊണ്ട് ഇക്കാര്യം അന്ന് തന്നെ തുറന്നു പറഞ്ഞില്ലെന്നും അവരുടെ നിശബ്ദത ക്രൈമിന് വഴിവെച്ചു കൊടുക്കുകയല്ലേ ചെയ്തതെന്നും ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നു. രാധിക ശരത് കുമാർ എന്നൊരു വ്യക്തി ചെന്നൈ നഗരത്തിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ള സിനിമാ മേഖലയിൽ വളരെ സ്വാധീനമുള്ള ആളാണ്. ചെരുപ്പൂരി അടിക്കുമെന്നല്ല പറയേണ്ടത്, പോലീസിൽ അവർ പരാതി നൽകണം. ഇന്നും അത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഇവരുടെ നിശബ്ദത ക്രൈമിന് വഴിവെച്ചു കൊടുക്കുകയല്ലേ ചെയ്തത്? എന്തുകൊണ്ട് അവർ അന്ന് തന്നെ ഇത് പുറം ലോകത്തെ അറിയിച്ചില്ല? ഈ ലോകത്തുള്ള സകല പുരുഷന്മാരെയും സംസാരിച്ച് തിരുത്താൻ പറ്റുമെന്നാണോ വിചാരിക്കുന്നത്? നിയമ നടപടിയിലൂടെ മാത്രമേ ഓരോരുത്തരെയും തിരുത്താൻ സാധിക്കൂ. ഞങ്ങൾക്ക് കാരവാൻ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം. ഇവിടെ എങ്ങനെ നടക്കുകയാണെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയോ ഇല്ലെങ്കിൽ സർക്കാരിന്റെയോ പോലീസിന്റെയോ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയോ ചെയ്യണം. ഒരു ക്രൈം നടക്കുമ്പോൾ അത് കണ്ട് മിണ്ടാതിരിക്കുന്നത് അതിനേക്കാൾ വലിയ ക്രൈമാണെന്ന് പറയില്ലേ എന്നാണ് ഭാഗ്യലക്ഷ്മി ചോദിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.